ഇനി വരുന്ന സാധ്യത കാണുന്ന മണ്ഡലങ്ങൾ അവർ 6 മണ്ഡലങ്ങൾ സാധ്യത കാണുന്നു. ഒന്നാമത്തെ മണ്ഡലമായി സാധ്യത കാണുന്നത് കുന്നത്തുകാടിനാണ്. പി വി ശ്രീനിധരനും വി പി സജീന്ദ്രനും മത്സരിക്കുന്ന കുന്നത്തുകാടിനെ സംബന്ധിച്ച് ഒരു ത്രികോണ പോരാട്ടം എന്ന് വേണമെങ്കിൽ കൂടി പറയാൻ കഴിയുന്ന NDA കൂടി പ്രതീക്ഷ കാണുന്ന ഒരു മണ്ഡലമാണ്. രണ്ടുപേരും സിറ്റിംഗ് MLA മുൻ MLA തന്നെയാണ് മത്സരിക്കുന്നത് എന്നുകൂടി പറയേണ്ടി വരും. ഈ കുന്നത്തുകാടിൽ ഈ ശ്രീനിധരനും അതോടൊപ്പം തന്നെ വി പി സജീന്ദ്രനും തമ്മിലുള്ള മത്സരം ഈ കുന്നത്തുകാടിൻ്റെ ഒരു സാധ്യത എത്രത്തോളമാണ്? കിരൺ, കുന്നത്തുനാട് ശക്തമായ ത്രികോണ മത്സരം നടന്ന ഇടം എന്നതുകൂടി അതിനപ്പുറത്തേക്ക് അടയാളപ്പെടുത്തേണ്ടത് ഇത്തവണ NDAയുടെ ഒരു സംഘം ചേർന്നുകൊണ്ട് 2020യുടെ ഭാഗമാകുന്നു. അതുകൊണ്ട് ആ രീതിയിലേക്കുള്ള ഒരു വോട്ട്സ് അവിടെ വിഭജിച്ച് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം 2020യുടെ നിലയുള്ള ഒരു വോട്ടുകൾ ഒരു പരമ്പരാഗത രീതിയിലെന്ന് പറയാവോ, ആ രീതിയിലുള്ള കുറേ വോട്ടുകളെങ്കിലും UDFിലേക്ക് പോകും. കാരണം അവരൊരു രാഷ്ട്രീയം മാറിയതുകൊണ്ട്, അവരുടെ നിറം സ്വരവുമെല്ലാം മാറിയതുകൊണ്ട് കുറേ വോട്ടുകളെല്ലാം UDFിലേക്ക് പോകുന്നതുകൊണ്ട് UDFിൻ്റെ ഒരു സാധ്യത വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. അതോടൊപ്പം നിലവിൽ അവിടെ ഒരു അടിയൊഴുക്ക് ശക്തമാണ്. ആ രീതിയിൽ അത് കരുതപ്പെടുന്നുണ്ട്. കാരണം 2020യുടെ കുറച്ച് വോട്ടുകളെങ്കിലും ഈ രീതിയിലേക്ക് ഒരു ക്രോസ് വോട്ട് എന്ന രീതിയിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. മണ്ഡലം നിലനിർത്താൻ കഴിയുമെന്ന പ്രതീക്ഷ ഇടതുമുന്നണിക്കുണ്ടെങ്കിൽ കൂടിയും ഈ 2 സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല. അത് UDFിൻ്റെ ഒരു വിജയ സാധ്യതകളിലേക്ക് തന്നെയാണ് അത് വിരൽ ചൂണ്ടുന്നത്. ശക്തമായ ത്രികോണ മത്സരം എന്നെല്ലാം പറയുമ്പോഴും അതിനിടയിൽ നേടിയെടുക്കാൻ കഴിയുന്നത് UDFിനായിരിക്കും ഒരു എഡ്ജ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ ഡാനി, അടുത്തത് വൈപ്പിൻ മണ്ഡലമാണ്. വൈപ്പിൻ മണ്ഡലത്തിൽ ടോണി ചമ്മണി എത്തുമ്പോൾ, ടോണി ചമ്മണിയെ പോലെ വോട്ട് വാങ്ങാൻ ശേഷിയുള്ള ഒരു നേതാവ് എത്തുമ്പോൾ, ജനപ്രിയ നേതാവാണ്, അങ്ങനെ ഒരാൾ എത്തുമ്പോൾ വൈപ്പിനിൽ അവർ സാധ്യത കാണുന്നുണ്ട്. അത് എത്രത്തോളമാണ്? വൈപ്പിനിലെ മുൻ MLA അവിടുന്ന് മാറ്റിയൊക്കെയാണ് മത്സരിക്കുന്നത്. അത് എങ്ങനെയാണ് UDFിനും LDFിനും കാണുന്ന സാധ്യത? രണ്ടുപേരും, അതായത് ഇടതുമുന്നണിയുടെയും അതോടൊപ്പം തന്നെ UDFിനും എല്ലാം തന്നെ പുതിയ സ്ഥാനാർത്ഥികളാണ് വൈപ്പിനിലേക്ക് മത്സരിക്കാൻ എത്തുന്നത്. MP ഷൈനി എന്ന് പറയുന്നത് വൈപ്പിൻകരക്കാരിയാണ്. ഏതായാലും ഇപ്പുറത്തുനിന്ന് കൊച്ചിയിൽ നിന്നാണ് ടോണി ചമ്മണി എത്തുന്നത്. മുൻ മേയറൊക്കെ തന്നെയാണ്. പക്ഷേ ഇവിടെ ചില സമവാക്യങ്ങളുണ്ട്. കാരണം ഇത്തവണ ഒന്ന് മാറ്റി പരീക്ഷിക്കുന്നുണ്ട് ഒരു ചേരുവ എന്ന് പറയുന്നത്. ഇത്തവണ ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിൽ നിന്നൊരു പരിഗണന നൽകിയിട്ടുണ്ട് ടോണി ചമ്മണി സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. നേരത്തെ അവിടെ ഈഴവ ധീവര ആ രീതിയിലുള്ളൊരു കോംബോയാണ് പരീക്ഷിച്ചതെങ്കിലും ഇത്തവണ അതിൽ നിന്ന് മാറി നിന്നുകൊണ്ടാണ് ചെറു പരീക്ഷണം നടത്താനായിട്ട് UDF കോൺഗ്രസും തീരുമാനിച്ചത്.